ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പൊതുവിജ്ഞാനമാണ്. നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള GK ചോദ്യങ്ങളാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരണം നൽകുന്ന കിതാബുദ്ദീൻ റഹ്ല ആരുടെ പുസ്തകമാണ്? ഇബ്നു ബത്തൂത്തയുടെ പുസ്തകമാണ്. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരണം നൽകുന്ന കിതാബുദ്ദീൻ റഹ്ല ഇബ്നു ബത്തൂത്തയുടെ പുസ്തകമാണ്. ജലസേചനത്തിന് വേണ്ടി കിണറുകൾ കുഴിക്കുമ്പോൾ കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. ജലസേചനത്തിന് വേണ്ടി കിണറുകൾ കുഴിക്കുമ്പോൾ കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ കാർഷിക സമൃദ്ധിക്ക് കാരണമായ നദിയാണ് കാവേരി. ശ്രദ്ധിക്കുക, ദക്ഷിണേന്ത്യയിലാണ്, സൗത്ത് ഇന്ത്യയിലെ കാർഷിക സമൃദ്ധിക്ക് കാരണമായ നദിയാണ് കാവേരി നദി. ഏത് രാജ്യത്ത് നിന്നാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് ലഭിച്ചത്? ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്നാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിച്ചത്. ഷേർഷാ സൂരി പുറത്തിറക്കിയ വെള്ളി നാണയത്തിന്റെ പേരാണ് റുപ്പി. ഷേർഷാ സൂരി പുറത്തിറക്കിയ വെള്ളി നാണയത്തിന്റെ പേരാണ് റുപ്പി. ചോള ഭരണകാലത്ത് ജയ് സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നതാണ് പള്ളിച്ചാട്ടം. ചോള ഭരണകാലത്ത് ജയ് സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നത് പള്ളിച്ചാട്ടം എന്ന പേരിലാണ്. മധ്യകാല ഇന്ത്യൻ സമൂഹത്ത് സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഗുത് കസ്ത. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഗുത് കസ്ത. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് വാസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് വാസവണ്ണ. ഇനി നമുക്ക് കെമിസ്ട്രി പാഠപുസ്തകത്തിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം, ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹീലിയമാണ്. ഹീലിയമാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജനും ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹീലിയമാണ്. ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓസോൺ പാളിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ. ഓസോൺ പാളിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ. ശുദ്ധജലത്തിന്റെ എത്ര ശതമാനം ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു? 89%. ശുദ്ധജലത്തിൽ 89% ഓക്സിജനാണ് അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ച് മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹമാണ് ടിൻ. ശ്രദ്ധിക്കുക, ടിൻ ആണ് അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ചു മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹം. ടിന്നിന്റെ സിമ്പിൾ നോക്കുക, SN ആണ്. അന്തരീക്ഷവുമായി ഏറ്റവും കുറച്ചു മാത്രം പ്രതിപ്രവർത്തിക്കുന്ന ലോഹം ടിന്നാണ്. പ്ലാച്ചിമട കോള സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ലോഹമാലിന്യം കാഡ്മിയമാണ്. CD. പ്ലാച്ചിമട ലോഹ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ലോഹ മാലിന്യം കാഡ്മിയമാണ്. അടുത്ത നമുക്ക് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഹരിതകത്തിൽ കാണപ്പെടുന്ന മൂലകമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ കാണപ്പെടുന്ന മൂലകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകം അറിയപ്പെടുന്നത് സ്ട്രോമ എന്നാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകം അറിയപ്പെടുന്നത് സ്ട്രോമ എന്നാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഘടകമാണ് ഹരിതകം A. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഘടകമാണ് ഹരിതകം A. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണപ്പാളികൾ കാണപ്പെടുന്ന ഹരിതകഭാഗമാണ് ഗ്രാന. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണപ്പാളികൾ കാണപ്പെടുന്ന ഹരിതകഭാഗമാണ് ഗ്രാന. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡാണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ
എടുക്കുന്ന സമയമാണ് 500 സെക്കൻഡ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി എല്ലാ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി എല്ലാ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണപാളികൾ കാണപ്പെടുന്നത് ഹരിതക ഭാഗമാണ്, ഗ്രാന. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകാശ സംശ്ലേഷണ ഫലമായി എല്ലാ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. അടുത്ത് നമുക്ക് നോക്കാം. വജ്രത്തിന്റെ തൂക്കം അളക്കുന്ന യൂണിറ്റ് ആണ് കാരറ്റ്. കാരറ്റ് ആണ് വജ്രത്തിന്റെ തൂക്കം അളക്കുന്ന യൂണിറ്റ്. വജ്രത്തിലെ കാർബൺ ആറ്റങ്ങൾ ഇടയിലെ രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. വജ്രത്തിന്റെ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധനം അറിയപ്പെടുന്നത് സഹസംയോജക ബന്ധനം എന്ന പേരിലാണ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയാർന്ന ക്രിസ്റ്റൽ രൂപമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റൽ രൂപം. ഗ്രാഫൈറ്റ് പാളിയുടെ ആകൃതി ഷഡ്ഭുജമാണ്. ഷഡ്ഭുജത്തിന്റെ ആകൃതിയിലാണ് ഗ്രാഫൈറ്റ് പാളി കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് വജ്രത്തെ പറ്റിയാണ്. വജ്രത്തിന്റെ തൂക്കം അളക്കുന്ന യൂണിറ്റ് കാരറ്റ് ആണ്. വജ്രത്തിലെ കാർബൺ ആറ്റങ്ങൾക്കിടയിലെ രാസബന്ധനം സഹസംയോജക ബന്ധനമാണ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റൽ രൂപമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് പാളിയുടെ ആകൃതി ഷഡ്ഭുജത്തിന്റെ ആകൃതിയിലാണ് ഗ്രാഫൈറ്റ് പാളി കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ 14. കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം. കാർബൺ 14. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നിർമ്മിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നിർമ്മിച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വസ്തുവിന്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതം സാന്ദ്രതയാണ്. വസ്തുവിന്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതം സാന്ദ്രതയാണ്. ഒരു വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതം ആപേക്ഷിക സാന്ദ്രത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതം അറിയപ്പെടുന്നതാണ് ആപേക്ഷിക സാന്ദ്രത. വസ്തുവിന്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതം സാന്ദ്രതയാണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ ആണ് പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്കേറ്റിങ്ങിന് സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. സ്കേറ്റിങ്ങിന് സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. ആപേക്ഷിക ആർദ്രതയുടെ കുറഞ്ഞ മൂല്യമാണ് 0. 0 ആപേക്ഷിക ആർദ്രതയുടെ കുറഞ്ഞ മൂല്യം. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ശ്രദ്ധിക്കുക, ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.